കൊട്ടിയൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വൈദികൻ റോബിൻ വടക്കുംചേരി പീഡിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഇന്ന് പിടിയിലായേക്കും. വയനാട് വൈത്തിരിയിലെ ദത്തെടുക്കൽ കേന്ദ്രത്തിലെ 3 കന്യാസ്ത്രീകൾ ഉൾപ്പെടെ കോടതിയിൽ കീഴടങ്ങാനും സാധ്യതയുണ്ട്. വയനാട്ടിൽ ഇവരുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. അതേസമയം വയനാട് CWC ചെയർമാൻ തോമസ് തേരകത്തെയും CWC അംഗം ബെറ്റിക്കെതിരെയും ഇന്ന് പോലീസ് നടപടിയുണ്ടാകും. ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധങ്ങളും ശക്തമാവുകയാണ്. ഇതിന്റെ വിവരങ്ങളുമായി അനൂപ് ചേരുന്നു. അനൂപ്, എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ പോലീസ് എടുത്തിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ? അജിംഷാദ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരം, കൊട്ടിയൂരിൽ ഈ സംഭവത്തെ തുടർന്ന് പ്രതികളാക്കപ്പെട്ട പ്രതിപട്ടികയുള്ള 5 കന്യാസ്ത്രീകൾ ഇന്ന് മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചേക്കുമെന്ന ഒരു വിവരമാണ് പുറത്തുവരുന്നത്. ഇത് സംബന്ധിച്ച പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ഈ കന്യാസ്ത്രീകൾ വയനാട്ടിൽ ഉണ്ടെന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. അതിനാൽ തന്നെ കൊട്ടിയൂരിൽ നിർത്തിയ പോലീസ് സംഘം ഉൾപ്പെടെ ഇവിടെ വയനാട്ടിൽ തന്നെയുണ്ട്. കുറ്റക്കാരെന്ന് ഇതിനിടെ സംഭവത്തിൽ ഗൂഢാലോചന കുറ്റം ആരോപിക്കപ്പെടുന്ന വയനാട് ജില്ലാ ശിക്ഷാമ സമിതി അധ്യക്ഷൻ ഫാദർ തോമസ് തേരകത്തെയും സമിതി അംഗം സിസ്റ്റർ ബെറ്റി ജോസിനെയും പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്ന് ഇറങ്ങാൻ സാധ്യതയുണ്ട്. സർക്കാർ ഇത് സംബന്ധിച്ചുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇന്ന് ആ റിപ്പോർട്ട് പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഫാദർ തോമസ് തേരകത്തെയും CWC അംഗ സിസ്റ്റർ ബെറ്റിയെയും കൂടി ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തേക്കും. റിമാൻഡിൽ കഴിയുന്ന ഫാദർ റോബിൻ വടക്കുംചേരിയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനും പോലീസ് ഇന്ന് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പെൺകുട്ടി പ്രസവിച്ച തൊക്കിലങ്ങാടി ക്രിസ്തുരാജ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റും സിസ്റ്ററുമായ ഡോക്ടർ ടെസി ജോസ് ഉൾപ്പെടെയുള്ള അവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ അത്തരം നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. പോലീസിന് പിടികൊടുക്കാതെ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിക്കാനാണ് ഇവരുടെ നീക്കമെന്നാണ് പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയാൽ കോടതിയിൽ കീഴടങ്ങുന്നതിന് മുൻപ് തന്നെ കസ്റ്റഡിയിൽ എടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ശരി, അനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊട്ടിയൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വൈദികൻ റോബിൻ വടക്കുംചേരി പീഡിപ്പിച്ച കേസിൽ വൈദികനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് അപേക്ഷ നൽകും. കൂടുതൽ ചോദ്യം ചെയ്യലിനാണ് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. വിവരങ്ങളുമായി ജോഷ്ല ചേരുന്നു. ജോഷ്ല, കൂടുതൽ കാര്യങ്ങൾ, ഗൂഢാലോചനയെ സംബന്ധിച്ച് അടക്കമുള്ളവയെ ഒക്കെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പോലീസ് അപേക്ഷ നൽകിയോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോലീസ് അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായുള്ള അപേക്ഷ ഇന്ന് തലശ്ശേരി കോടതിയിൽ നൽകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൊട്ടിയൂർ പീഡന കേസുമായി ബന്ധപ്പെട്ട് മറ്റ് ആർക്കൊക്കെയാണ് ഇതുമായി ബന്ധമുള്ളത് എന്ന കാര്യം അറിയേണ്ടതുണ്ട്. ഗൂഢാലോചനയിൽ പങ്കെടുത്തത് ആരൊക്കെ എന്ന കാര്യവും അറിയേണ്ടതുണ്ട്. ഇതിനൊക്കെ ചോദ്യം ചെയ്യുന്നതിനായി വൈദികനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടേണ്ടതുണ്ട്. 28-നായിരുന്നു റോബിൻ വടക്കുംചേരിയെ കോടതി റിമാൻഡ് ചെയ്തത്. റിമാൻഡ് കാലയളവിനുള്ളിൽ തന്നെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട് എന്നതിനാലാണ് ഇന്ന് അപേക്ഷ സമർപ്പിക്കുന്നത്. ഇത്രയും കാലം ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർ, അതായത് പ്രതിപട്ടികയിലുള്ള 9 പേരും, ഈ 9 പേരെയും ചെയ്ത ശേഷം ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷമാവാം മറ്റ് കാര്യങ്ങൾ. ഇവരെ വടക്കുംചേരിയെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമുള്ള ചോദ്യം ചെയ്യൽ എന്ന തീരുമാനത്തിൽ